നമസ്തേ. യൂട്യൂബറും വ്ലോഗിംഗ് ചെയ്യുന്നയാളുമായിട്ടുള്ള അഖിൽ എൻ.ആർ.ഡിയുടെ ഭാര്യ ഒളിച്ചോടി. അതും ഒരു ബസ് ഡ്രൈവർക്കൊപ്പം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. എല്ലാവരും കേട്ടിരിക്കേണ്ട വാർത്തയാണ്. കൗതുകമുണർത്തുന്ന പല രംഗങ്ങളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് വിവരങ്ങൾ പറയാനുണ്ട്. മുഴുവനായിട്ടും വീഡിയോ കാണണം. വീഡിയോയുടെ അവസാനം വലിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അഖിൽ എൻ.ആർ.ഡിയുടെ ഭാര്യ ഒളിച്ചോടി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് പോയി? എവിടെയായിരുന്നു പ്രശ്നം? പോലീസ് എന്ത് പറഞ്ഞു? എന്നുള്ളതൊക്കെയാണ്. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. കണ്ടത്. അത് ഒളിച്ചോടിയത് ഒരു ബസ് ഡ്രൈവർക്കൊപ്പമാണ് എന്നുള്ളതും നമ്മൾക്ക് എന്തായാലും അറിയാവുന്ന കാര്യമാണ്. ഇത്തരം വീഡിയോയുടെ താഴെ വന്ന മറ്റൊരു ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചു. ഈ കമന്റിൽ പല വീഡിയോയ്ക്കും താഴെ ഇത്തരം കമന്റ് വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് അഖിൽ എന്ന് പറയുന്ന യുവാവിന് മറ്റ് സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ആ ബന്ധം ഈ പറയുന്ന യുവതി ഭാര്യ അറിഞ്ഞതിന് ശേഷമാണ് മറ്റൊരു ബന്ധത്തിലേക്ക് പോയത്. അങ്ങനെ അവർ ഒളിച്ചോടുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ നിമിഷം വരെ അഖിൽ എൻ.ആർ.ഡി എന്ന് പറയുന്ന യൂട്യൂബർ രംഗത്ത് വന്നിട്ട് തനിക്ക് ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. അതിന് എന്താണ് കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അതിന് എന്താണ് കാരണം എന്ന് അന്വേഷിക്കുമ്പോഴാണ് നൂറനാട് പോലീസാണ് അഖിൽ എൻ.ആർ.ഡിയുടെ ഭാര്യയെയും ഈ കൂടെ പോയ യുവാവിനെയും, അതായത് ഒളിച്ചോടിയ കാമുകനെയും തൂക്കിയെടുത്ത സമയത്ത് പറഞ്ഞു എന്ന് പറയുന്നത് അഖിൽ എൻ.ആർ.ഡിക്ക് മറ്റ് യുവതികളുമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധം ഉള്ളത് കൊണ്ടാണ് താൻ മറ്റൊരാൾക്കൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോ പലരും പല കാര്യങ്ങളും ഒക്കെ പറയുന്നു. എന്തായാലും ഇതേ തുടർന്ന് നൂറനാട് പോലീസ് ഇവരെ വിട്ടയക്കുന്നു. കാരണം അതിൽ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. അഖിൽ എൻ.ആർ.ഡി പരാതി കൊടുത്തതിനെ തുടർന്നാണ് ഇവരെ പോലീസ് പൊക്കിയത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും വരെ വളരെ രസകരമായിട്ടുള്ള കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതിൽ എനിക്ക് മനസ്സിലാകാതെ പോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ മനസ്സിലായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തീർക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അവസാനം, ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. അത് ഞാൻ പറയാം ഇതിൽ എന്താണ് സംഭവിച്ചതെന്നും. എന്തായാലും അഖിൽ എൻ.ആർ.ഡിക്ക് നൽകിയിട്ടുള്ള ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവര് പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് എന്നാണ്. അപ്പൊ ഈ ഇന്റർവ്യൂവർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഭാര്യയാണല്ലേ ഇപ്പൊ കുറച്ചുകൂടെ ഒരു ഇതായിട്ട് നിൽക്കുന്നത്, കുറച്ചൊരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അഖിൽ കുറച്ച് ഇൻട്രോവേർട്ടഡ് ആണ്. പക്ഷെ അപ്പൊ അഖിൽ പറയുന്നുണ്ട്, ഞാൻ ഇൻട്രോവേർട്ടഡ് ആണ്, ഭാര്യയും കുറച്ചുകൂടെ ഇൻട്രോവേർട്ടഡ് ആണ്, പക്ഷെ കുറച്ചുകൂടെ ഒരു എന്താ പറയാ വളരെ എനർജറ്റിക് ആയിട്ട് കാണാറുണ്ട്. ഉറപ്പായിട്ടും അവരുടെ ഒരു പിന്തുണയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അഖിൽ എന്ന് പറയുന്ന യുവാവുണ്ടല്ലോ മർച്ചന്റ് നേവിയിലായിരുന്നു. മർച്ചന്റ് നേവിയിൽ നിന്ന് അത് ഉപേക്ഷിച്ചിട്ടാണ് ഈ വ്ലോഗിങ്ങിലേക്കൊക്കെ വരുന്നത്. എന്തായാലും അത് ഉപേക്ഷിച്ച് വന്നത് കൊണ്ട് തനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ നല്ല രീതിയിൽ തനിക്ക് മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഖിൽ പറയുന്നുണ്ട്. അപ്പോ അഖിലിന്റെ ജീവിതം ഒരു മറയുമില്ലാതെ അഖിൽ സോഷ്യൽ മീഡിയയ്ക്ക് മുൻപിൽ കാഴ്ചവെക്കുകയും അല്ലെങ്കിൽ കാണിക്കുകയും കാണിച്ചതിന് പ്രതിഫലമായിട്ട് വരുമാനം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തില് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണ് വ്ലോഗിംഗ് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നമ്മൾ തുമ്മുന്നതും മൂക്ക് ചീറ്റുന്നതും ഒക്കെ ഉൾപ്പെടെയുള്ള എന്തിന് നാല് തെറി വിളിക്കുന്നുണ്ടെങ്കിൽ അതുപോലും എടുത്തിട്ട് ഇടുന്നുണ്ട്. നമ്മൾ വീട്ടിലെ പ്രശ്നമായിരിക്കും, ആ വീട്ടിലെ പ്രശ്നം പോലും എടുത്തിടുന്നുണ്ട്. എന്നിട്ട് അതിനെ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയും. ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നതിൽ തന്നെ തെറ്റുണ്ട് ഇപ്പോഴത്തെ കാര്യത്തിൽ. കാരണം ഈ കാര്യം വളരെ ഫെമിലിയർ ആയിട്ട് വരുന്ന സമയത്ത് വളരെ സൂക്ഷ്മമായി പരീക്ഷിച്ച് എന്തായിരിക്കും ശരിയായിട്ടുണ്ടാവുക എന്നൊക്കെ വിലയിരുത്തിയതിനു ശേഷമാണ് ആ സമയത്ത് ഉയർന്നു വന്നിട്ടുള്ള പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും എടുത്തിട്ടുള്ള കണ്ടന്റുകൾ എന്നുള്ളത് അന്നത്തെയും ഇന്നത്തെയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അജഗജാന്തരം വ്യത്യാസമുണ്ട് എന്നുള്ളത്. ഇന്ന് നമ്മൾ പറയില്ലേ, ഒരു ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ ഇനി പറയുന്ന പ്രഗ്നൻസി ടെസ്റ്റ് ഫെയിലിയർ ആണെങ്കിൽ അതും, അങ്ങനെ ഓരോ കാര്യങ്ങളും നിമിഷാനിമിഷം പ്രഗ്നന്റ് ആവുന്നതും പ്രസവിക്കുന്നതും ഒക്കെ വരെയുള്ള എല്ലാ സീരീസും നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കാണിക്കുന്നതിൽ നമുക്ക് തെറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് കാണിക്കാൻ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ കാണുന്നവർക്കും അതിൽ പ്രശ്നമൊന്നുമില്ല.
പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിലൊന്നും നമുക്കൊരു സ്വകാര്യത എന്ന് പറയുന്ന ഒരു കാര്യമില്ല. സ്വകാര്യത എവിടെയാണ് ഇപ്പോ ഈ പറയുന്ന ലോകത്ത്, സൈബർ ലോകത്തിൽ നമുക്കുള്ളത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? സൈബർ ലോകത്ത് സ്വകാര്യതയില്ല. അപ്പൊ സ്വകാര്യതയില്ലാത്തത് കൊണ്ട് തന്നെ ഓരോ കാണിക്കുന്ന ഓരോ ബിറ്റുകളും പോലും നമ്മൾ ശ്രദ്ധിച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നവരൊക്കെയും ശ്രദ്ധിച്ചു വെച്ചിട്ട്, പൊതുവായ ഒരു മനുഷ്യൻ ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു കാര്യം വന്ന് 2 വട്ടം വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കും. ഇപ്പോ ഇക്കാര്യം ഞാൻ പറയുന്നത് പോലും പലരുടെയും സ്വന്തം കാര്യങ്ങൾ, അതായത് ഏറ്റവും സ്വകാര്യ നിമിഷങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതുവഴി അവർക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അതുവഴി അവർ സബ്സ്ക്രിപ്ഷൻ നടത്തുന്നുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ വഴി അവർക്ക് പണം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പണം കിട്ടുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ. ചില മൂല്യങ്ങൾ ഉണ്ടാവാം. ഈ മൂല്യങ്ങൾ എന്നൊന്നും ഇപ്പൊ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തള്ള വന്നിരുന്ന് സദാചാരം പറയുന്നു എന്ന് പറയും. സദാചാരം ഒന്നുമല്ല. നമുക്ക് പ്രൈവസി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രൈവസി മുഴുവനും നമ്മൾ വിറ്റ് കാശാക്കുന്നത് കൊണ്ട് തന്നെ നാളെ ഒരു ആപത്ത് അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ട് രസിച്ചിട്ടുള്ള ആളുകൾ ഇതേ രീതിയിൽ തന്നെ ആഘോഷമാക്കും. അതാണ് ഇപ്പൊ എടുത്തിട്ട് അതുപോലും കണ്ടന്റ് ആക്കിയിട്ടാണ് പറയുന്നത്. സത്യത്തിൽ ഞാൻ ഈ വിഷയം സംസാരിക്കണമെന്ന് വിചാരിച്ചതേയല്ല. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഒരു കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ സ്വകാര്യത വിറ്റ് കാശാക്കുമ്പോ ഈ സ്വകാര്യതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുക, അവന് ഇതൊക്കെ ചെയ്യാമായിരുന്നല്ലോ, അവന്റെ ലൈഫ് ഇങ്ങനെയായിരുന്നു, അവളുടെ ലൈഫ് ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തുന്നവരും കാണും. ചിലപ്പോ പൈസ കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് മായ്ച്ചു കളയാൻ പറ്റിയേക്കാം, ആയിരിക്കും. അങ്ങനെയാണല്ലോ ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നാണമില്ല, മറയില്ല, ഉളുപ്പില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിലതൊക്കെ കാണുമ്പോൾ എന്തിനാണ് ഈ തരം വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്നുള്ളത് തോന്നിപ്പോയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോ ചില നല്ല നിമിഷങ്ങൾ ഉണ്ടാവുകയും മാതൃകാപരം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ചില വീഡിയോസ് കാണാം. നമുക്കത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. അതിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മളെയൊക്കെ അതിലേക്ക് കൊണ്ടുപോകുന്ന ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാതെ ഇത് നമുക്കറിയാം, ഇപ്പൊ ഒരു പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നന്മ മരങ്ങൾ ആയിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ ദുഃഖങ്ങൾ വമിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അങ്ങ് സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങൾ എന്ന് പറയുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് വരുന്നത്. അങ്ങനെയുള്ള വീഡിയോസ് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാണിക്കുന്ന എല്ലാവരും വളരെ കൃത്യമായിട്ട് ഇവർ ഇതല്ല എന്ന് നമുക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ച് കാണിച്ചു തരികയാണ്. നമ്മൾ വിചാരിക്കും അവരെന്ത് ഭംഗിയായിട്ടാണ് ജീവിക്കുന്നത്, അവർക്കിടയിൽ എന്ത് കോംബോയാണ്, എന്ത് വൈബാണ് എന്നൊക്കെ. വൈബ് കൂടിപ്പോയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവരുടെയും ഇടയില് നിന്നിരുന്ന ഒരാളാണ് അഖിൽ NRD എന്ന് പറയുന്ന യൂട്യൂബർ. ഈ യൂട്യൂബറുടെ ജീവിതത്തിൽ ഒരു വിഷയം വന്നപ്പോ ഈ പയ്യനെ, ഈ യുവാവിനെ അറിയുന്ന എത്ര പേരുണ്ടാകാം? ഇനി അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തന്നെ വെക്കുക, അത് എടുത്ത് അപ്പൊ തന്നെ ഒളിച്ചോടിയത് ശരിയാണ്, വിവരം സ്ഥിരീകരിച്ചു എന്ന രീതിയിൽ പോലും വീഡിയോസ് ആണ് വരുന്നത്. അതുപോലും കാണാനിരിക്കുന്ന, ഇപ്പൊ എനിക്ക് ഇതുപോലും പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ചില സ്വകാര്യ നിമിഷങ്ങളൊക്കെ ഉണ്ടാവും, സന്തോഷം തോന്നുന്ന നിമിഷങ്ങളൊക്കെ. അപ്പോ ചില കാര്യങ്ങൾ നമ്മൾ സ്വകാര്യമായിട്ട് തന്നെ വെക്കണം. അതുകൊണ്ടാണല്ലോ അത് സ്വകാര്യ നിമിഷമായി മാറുന്നത്. അപ്പൊ ആ സ്വകാര്യതയെ പോലും നമ്മൾ പബ്ലിക്കാക്കി വെക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് മറ്റുള്ളവരെടുത്തിട്ട് പറയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരുന്നത്. പിന്നെ പല വീഡിയോസിലും കാണുന്ന പല കോംബോയും യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വൈബോ കോംബോയോ ഉള്ള ആളുകളല്ല. ഇത് പണത്തിന് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകളാണ്. ആ കണ്ടന്റുകളിൽ ഒരുപക്ഷെ ഇന്റിമേറ്റ് സീൻസ് ഉണ്ടാകാം, അങ്ങനത്തെ സീക്വൻസസ് വരാം, അതുപോലെ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വരാം. ഒരുമിച്ച് നിന്നാൽ നല്ലൊരു ഭംഗിയുള്ള കപ്പിൾസ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ പോകുന്നവരുണ്ടായിരിക്കാം.
ഇപ്പോ നമുക്ക് അറിയാലോ എന്തെല്ലാം കാര്യങ്ങൾ എത്ര ഇൻഫ്ലുവൻസേഴ്സ് ആണ് പല കാര്യങ്ങളിലൊക്കെ അറസ്റ്റിലായിട്ടുള്ളതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പലരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതെന്താ അവര് മനുഷ്യന്മാരല്ലേ? അവരുടെ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാവും. അവര് തമ്മിൽ തല്ലുപിടിക്കുന്നുണ്ടാവും. അവർ ഇണങ്ങുന്നുണ്ടാവും, പിണങ്ങുന്നുണ്ടാവും. ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. അവരുടെ ഒരു ഭാഗമായിട്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് അവര് അത് വെച്ച് ഇന്ന പോലെ ഒന്ന് ചെയ്താലോ എന്ന് പറഞ്ഞ് അത് കൃത്യമായി പ്ലാൻ ചെയ്ത് ക്യാമറ വെച്ച് എടുത്തിടുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോ നമ്മൾ സോഷ്യൽ മീഡിയ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടാം. അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. അതൊക്കെ മിടുക്കുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതിലൊന്നും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഇൻഫ്ലുവൻസർ ഒരു ലൈവ് പ്രോഗ്രാമിൽ അതായത് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇത്. അപ്പോ ഞാൻ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാ ദിവസവും കയ്യും കെട്ടി ബാഗ് കൊടുത്ത് പണിക്ക് പോയിട്ട് വരുന്നതല്ല. അപ്പൊ ബുദ്ധി ഉണ്ടെങ്കിൽ സ്മാർട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. അത് ശരിയാണ്. വരുമാനം ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച അവരുടെ വീഡിയോസ് എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചുകൂടെ റെയർ ആയിട്ടുള്ള അതായത് കുട്ടിയുമായിട്ടൊക്കെയുള്ള ഒരു വീഡിയോ ഒക്കെയാണ്. കാണാനും രസമുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക വലിയ രീതിയിൽ പെരുമാറുന്ന ആളുകളൊക്കെ ഇപ്പൊ വളരെ ഇൻട്രോവേർട്ട് ആണ് എന്ന് പറഞ്ഞ അഖിൽ NRDക്ക് വരെ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊരു സ്ത്രീയുമായിട്ട് ഭർത്താവിന് ബന്ധമുണ്ടെങ്കിൽ ഭാര്യ ഒളിച്ചോടണോ എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. ഡിവോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അത് ചെയ്ത അവർക്ക് കൃത്യമായും മാന്യമായും മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയതിനു ശേഷം ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം. അതിനൊന്നും വിഷയമല്ല. ഇതിപ്പോ അഖിലിന്റെ കാര്യമായാലും വേറൊരാള് എക്സ് ഓർ വൈ സ്ത്രീയായാലും പുരുഷനായാലും തിരിച്ച് ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതിന് ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം ഉണ്ടാക്കണോ? ഇപ്പൊ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നൊന്നും നമുക്കറിയില്ല. അപ്പോ പൂർണ്ണമായും ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, വ്യക്തി ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ വാർത്ത വന്നപ്പോ മുതല് വലിയ ഹൈപ്പ് ഓരോ വീഡിയോസിനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെ ഒരു വാസ്തവം നമ്മൾ കൺമുമ്പിൽ നേരിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒളിഞ്ഞു നോക്കാനുള്ള ഒരു താല്പര്യം നമ്മൾ പറയില്ലേ പ്രബുദ്ധരായ മലയാളിയുടെ ആ ഒരു താല്പര്യം കുതിച്ചുയരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ റീച്ച് കിട്ടുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നിയ ചില അഭിപ്രായങ്ങളാണ്. ഇതിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യം പറഞ്ഞതുപോലെ കമന്റ് ചെയ്യാനും മറക്കരുത്.